സിദ്ദിഖ് പറഞ്ഞ പോലെ ലാലേട്ടൻ സിദ്ദിഖ് ആകുമ്പോൾ ഒത്തിരി സിനിമകളുണ്ട് അല്ലെ. വീണ്ടും നിങ്ങൾ ഒന്നിക്കുകയാണ്. എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത് ഗബ്ബൊന്നും കിട്ടിയില്ല എന്ന് ലാലേട്ടൻ പറയുന്ന സാധനമാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ ഓർമ്മ വരുമ്പോൾ ഈ സിനിമയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ഗബ്ബ് അടിക്കുമോ? പിന്നെ ഓരോ സിനിമയിലും എത്തുമ്പോഴും ഞങ്ങൾക്ക് ഒരൊറ്റ ആഗ്രഹമല്ലേ ഉള്ളൂ, ഗബ്ബ് അടിക്കണം. ഈ ഒന്നിച്ച് അഭിനയിച്ചതിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ലാലിനെ അറിയില്ല എന്നാണ്. അതൊരു കുറച്ച് രസകരമായ ഒരു കാര്യം പറയാം. ഈ അടുത്ത് ഋഷഭ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു തന്നെ വിളിച്ചല്ലോ, ഡയറക്ടറെ കൊടുക്കാം. അപ്പോൾ ആ സിനിമയിൽ ലാൽ അഭിനയിച്ചൊരു തെലുഗു സിനിമയാണ് ഋഷഭ. അപ്പോൾ അതിൽ എൻ്റെ അടുത്ത് റോൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചു. അപ്പോൾ ആദ്യം കുറച്ച് ദിവസം മതി, പിന്നീട് പോയിട്ട് അതിൻ്റെ ബാക്കിയുള്ളത് അഭിനയിക്കണം. പക്ഷെ അവർ പെർട്ടിക്കുലർ ഡേ ആണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ദിവസം ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. എനിക്ക് ആ ഒരു അപ്പോൾ ലാലിൻ്റെ അടുത്ത് പറഞ്ഞു, നല്ല ഇമ്പോർട്ടൻറ്റ് റോളാണ്, വന്ന് അഭിനയിച്ചാൽ ഞാനും വരാം, എനിക്ക് വന്ന് അഭിനയിക്കാനൊക്കെ താല്പര്യം, ഞാൻ ഡയറക്ടറെ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ ഇങ്ങനെ എൻ്റെ അടുത്ത് സംസാരിച്ചു, സാർ വരണം, ഈ ഒരു പെർട്ടിക്കുലർ ഡേ മാത്രം ചോദിക്കാതിരുന്നാൽ മതി, ബാക്കി അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ വരാം. ഇല്ല, അന്നത്തെ ദിവസമാണ് ബാക്കി ഒരുപാട് കോമ്പിനേഷൻസ് ഉള്ളത്. സാർ അത് ഞങ്ങൾ വരണമെന്ന് പറയാനുള്ള പ്രധാന കാരണം, സാറിന് വേണമെന്ന് പറയാനുള്ള കാരണം, ലാൽ സാറും സിദ്ദിഖ് സാറും അഭിനയിച്ച പടങ്ങളെല്ലാമേ പെരിയ ഹിറ്റ്. അവിടെ വരെ അത് എത്തിയിരിക്കുന്നത്. രാവണപ്രഭു, ദൃശ്യം, அப்படி நிறைய ഹിറ്റ്സ് ഇരിക്കും സാർ. അപ്പം അതുമാതിരി ഇതും ഒരു ഹിറ്റാ വേണ്ടമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ന്യൂസ് അവിടെ എത്തിയല്ലോ എന്ന് അറിഞ്ഞപ്പോൾ ഒരു ഭയങ്കര, പക്ഷെ എൻ്റെ നിർഭാഗ്യവശാൽ എനിക്കത് പോകാൻ പറ്റിയില്ല. പിന്നെ ഈ കോർട്ടിനെ പറ്റി പറഞ്ഞപ്പോഴേ ഒരു കാര്യം പറയണമെന്ന് തോന്നിയത്, ഈ നമ്മൾ പല കോടതികളിലും സിനിമയിൽ കാണിക്കുമ്പോൾ ജിത്തു പറഞ്ഞില്ലേ, പ്രതിക്കൂട് എവിടെയാണ് കോടതിയിൽ വെക്കേണ്ടതെന്ന് ജിത്തുവിന് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ജിത്തു കോടതി പോയിട്ടില്ല. അപ്പം ഞങ്ങൾ സിനിമയിൽ കോടതി കാണിക്കുന്നത് തെറ്റിപ്പോകുന്നത് ഞങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ അധികം കോടതി കയറാത്തോണ്ടാണ്. അപ്പോൾ പൊതുവെ വക്കീലന്മാർ നമ്മളെ കാണുമ്പോൾ കളിയാക്കും, നിങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്ന കോടതിയൊക്കെ ഭയങ്കര തെറ്റാട്ടോ. ഞാൻ പറയും, ബാക്കിയൊക്കെ ശരിയാണല്ലോ, കോടതി മാത്രമല്ലേ ഉള്ളൂ. അത് കോടതിയിൽ അങ്ങനെയല്ല വക്കീലന്മാർ വാദിക്കുന്നത്. ഇതാണ് സത്യം. ഇതാണ് നമ്മൾ വേറൊരു സിനിമയിൽ കണ്ട ഒരു കോടതിയെ അനുകരിക്കാനോ അല്ലെങ്കിൽ അത് കോപ്പി ചെയ്യാനോ അറിയുള്ളൂ. ഇത് കോടതി കയറി ഇറങ്ങുന്ന ആളുകളല്ല. അപ്പം ഞങ്ങളത് തെറ്റിപ്പോകുന്നത് നമ്മുടെ തെറ്റുകൊണ്ടല്ല, ഞങ്ങൾക്ക് കോടതി കാണാനുള്ള ഒരു അവസരം കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ പല കോടതികളും കാണാനുള്ള അവസരം കിട്ടാതിരിക്കട്ടെ. അതെ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. പിന്നീട് കോടതിയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ വക്കീലന്മാരും കോടതിയെ പറ്റി അറിവുള്ള ആളുകളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് പരമാവധി നാച്ചുറലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഗബ്ബടിക്കാൻ തന്നെയാണ് നമ്മൾ ഈ സിനിമ കൊണ്ടുവരുന്നത് എന്നാണ് ആഗ്രഹം. ഗബ്ബടിക്കാനെന്ന ആഗ്രഹത്തോടു കൂടിയാണ് കളത്തിൽ ഇറങ്ങി കളിക്കുന്നത്. പിന്നെ കളി എങ്ങനെ വരും, കാണികൾ എങ്ങനെ അത് സ്വീകരിക്കും, അതനുസരിച്ച് എങ്ങനെ ഗബ്ബടിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ആകാംക്ഷയിലും ഒരു വേവലാതിയിലാണ് ഞങ്ങളെല്ലാവരും. തീർച്ചയായിട്ടും അത് ഗബ്ബടിക്കാൻ തന്നെ സാധിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.